ഹലോ, ഞാനൊന്ന് പറയട്ടെ. India is a democratic country which gives us freedom of speech. നിനക്ക് എന്ത് വേണമെങ്കിലും പറയാം. ഓക്കെ, ഫൈൻ. നിങ്ങൾക്കൊരു പ്രപ്പോസലുണ്ട് കൊൽക്കത്തയിൽ. യഥാർത്ഥത്തിൽ എല്ലാവർക്കും ഒരേ കഴിവുകളല്ല, എല്ലാവരും വ്യത്യസ്തരാണ്. നിങ്ങളുടെ ഹാക്കിംഗ് പോലെ ഇത്രയും നാളുകൾ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിച്ചു. എന്നിട്ടിപ്പോൾ എന്തുകൊണ്ട് രാജ്യത്തെക്കുറിച്ച്? ഇതാണ് എൻ്റെ കാർഡ്. ബൈ. The country needs you, bro. Bye. ഒരു കാര്യം, നീ ഇവിടെ വരുന്നത് വേദനിക്കാൻ വേണ്ടിയിട്ടാണോ? എന്റെ സഹോദരനെ നീ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടല്ലേ? ഞാൻ നിന്റെ സഹോദരനെ സ്നേഹിക്കുന്നെന്ന് ആരാ പറഞ്ഞേ? അതെനിക്ക് നന്നായി അറിയാം. എനിക്ക് നിന്റെ സഹോദരനോട് സ്നേഹമൊന്നുമല്ല. എനിക്കെല്ലാം മനസ്സിലായി. നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണത്തിന് ശേഷം നമുക്കൊരുമിച്ച് റെമോയെ ഭീഷണിപ്പെടുത്താം. എനിക്ക് അവനെ കല്യാണം കഴിക്കാൻ പറ്റില്ല. ആത്മാർത്ഥ സ്നേഹത്തിന്റെ താക്കോല് ക്ഷമയും സമയവുമാണ്. ക്ഷമയോടെ ഇരിക്കുക, എല്ലാം ശരിയാകും. വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു കാര്യം, ഞാൻ നിന്റെ സഹോദരനെ വിട്ടിട്ട് എവിടേക്കും പോവില്ല. ഓക്കെ? ഇന്നലെ ഒരാൾ എന്നെ കാണാൻ വന്നിരുന്നു. അവൻ റെമോയെ കുറിച്ച് ചോദിച്ചു. അവന്റെ കൂടെ കുറച്ച് പണിയുണ്ടെന്ന് പറഞ്ഞു. ജോലിയുടെ കാര്യമൊക്കെ അവനോട് നേരിട്ട് സംസാരിക്കാൻ ഞാൻ പറഞ്ഞു. ആരാ വന്നത്? കൗശിക്. കൗശിക്? ഹലോ, അതെ. ആ, ശരി ശരി ശരി, ഞാൻ വരാം. നിന്നാരാ ഫോൺ ചെയ്തേ? എന്റെ വീട്ടിൽ നിന്ന് വിളിച്ചത് തന്നെ. അർജന്റായിട്ട് വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു എന്നോട്. അതെ, ഒരു കാര്യം, ഞാൻ 7-8 ദിവസത്തേക്ക് ഇവിടെ കാണില്ല. കൊൽക്കത്തയിലേക്ക് പോകും. എനിക്കൊരു പ്രോഗ്രാം ഉണ്ട്. വൗ, ഓൾ ദി ബെസ്റ്റ് ഫോർ ദാറ്റ്. താങ്ക് യു. ഞാൻ ഇതൊക്കെ മടക്കി വെച്ചിട്ടുണ്ട്. ഇത് സൂക്ഷിക്കാൻ ഗംഗച്ചേട്ടനോട് പറയണേ, കേട്ടല്ലോ? എന്നാ ഞാൻ പോയിട്ട് വരാം. പിന്നെ ശരി, നീ നിന്റെ കാര്യത്തിൽ ശ്രദ്ധ കാണിക്കണം. സേഫായിട്ട് പോയിട്ട് വാ. ശരി. എന്റെ ഫോൺ എവിടെ പോയി? ഒരു ദിവസം മുഴുവൻ എന്താ ചെയ്യുന്നേ? എന്ത് ചെയ്യാനാ? അതുപോലെ തന്നെ. നിനക്കറിയാമോ, ഇന്നലെ ഇവിടെ ഒരാള് നിന്നെ അന്വേഷിച്ചു വന്നിരുന്നു. എനിക്കറിയാം, ഞാൻ സംസാരിച്ചിരുന്നു. നാഷണൽ ഇൻട്രസ്റ്റിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. എനിക്കൊരു ഇൻട്രസ്റ്റും ഇല്ല. ഒരു കാര്യം പറയട്ടെ, നീ ജനിച്ച സമയത്ത് അച്ഛൻ നിന്നെ കൈകളിലെടുത്തിട്ട് എന്തു പറഞ്ഞെന്ന് അറിയാമോ? അതായത് എന്റെ മകൻ ലോകം മുഴുവനും ചുറ്റിക്കറങ്ങുമെന്ന്, നീ ജീവിതത്തിൽ വലിയ ആളായി തീരുമെന്ന്. അച്ഛനും അമ്മയ്ക്കും നിന്നോർത്ത് അഭിമാനമായിരുന്നു, എനിക്കും. ഗംഗചേട്ടനെ കാണാനില്ലല്ലോ. അവൻ ഇന്ന് വന്നിട്ടില്ല. എന്തുകൊണ്ട്? ഉച്ചയ്ക്ക് ശേഷം അവൻ അവധിയെടുത്തു. ഇന്ന് അവന്റെ മകളുടെ ജന്മദിനമാണ്, നിനക്കറിയില്ലേ? ആ. എന്തേ, നിനക്കെന്തെങ്കിലും വേണോ? എന്നോട് പറ. വേണ്ട വേണ്ട, ഒന്നും വേണ്ട. എന്താണെന്ന് പറയ്. ഞാൻ വേണ്ടാന്ന് പറഞ്ഞില്ലേ? ചെയ്യില്ല. എല്ലാവരുടെ വിശ്വാസം തകർന്നു നിന്റെയും. ഇല്ല, നീ എന്റെ വിശ്വാസം തകർത്തിട്ടില്ല. മനുഷ്യര് തെറ്റുകൾ വരുത്തും, എന്നാൽ ജീവിതകാലം മുഴുവൻ ആ തെറ്റുകൾക്കൊപ്പം ജീവിക്കാനാവില്ല. നീ ജോലി ചെയ്തിട്ട് തലയുയർത്തി തന്നെ ജീവിക്കുക. അച്ഛന്റെ അമ്മയുടെ സ്വപ്നം നീ നിറവേറ്റുക. കം റെമോ.
മീറ്റ് വിക്രം ഗാംഗുലി എലിയസ് വിക്കി. വിക്കി, റെമോ. ഹായ്. ഹലോ. വിക്കി ഈസ് അവർ കമ്പ്യൂട്ടർ സ്പെഷ്യലിസ്റ്റ് ആൻഡ് ദിസ് കോമ്പൗണ്ട് ഇസ് ലീഗലി ഇൻ വിക്കീസ് നെയിം. ശരി, നിങ്ങൾ ഏത് പേരിലാണ് വിളിക്കേണ്ടത്? ഇവരാണ് ഇൻസ്പെക്ടർ ജനറൽ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് കബീർ അലി. നിങ്ങൾ ഏത് പേരിലാണ് വിളിക്കേണ്ടത്? എൻ്റെ പേര് അനിർബൻ ബാനർജി, വിളിപ്പേര് റമോ. വിർച്വലി അറിയപ്പെടുന്നത്. Remo, you're going to work with us in a top secret mission, but before you begin, there are some standing instructions. ഇന്നു മുതൽ ഇത് തന്നെയാണ് നിങ്ങളുടെ വീടും ഓഫീസും. ഞങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ നിനക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല. ഞങ്ങൾ നിനക്ക് വിശ്രമം കൊടുക്കുന്നത് വരെ നിനക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല. പിന്നെ നീ ഇവിടെ എന്ത് കണ്ടാലും കേട്ടാലും ചെയ്താലും അത് പുറത്താരോടും പറയാൻ പാടില്ല. യെസ്. Is that clear? All the best. വിക്കി അവനോട് ഡീറ്റെയിൽസ് പറഞ്ഞേര്. ഞങ്ങൾ റിക്കവർ ചെയ്ത 7 കമ്പ്യൂട്ടറിൽ 6 പേരിന് ഡാറ്റ ഇമ്പോർട്ടൻ്റ് ആണ്. സോ പ്രോപ്പറായി റിക്കവർ ചെയ്യണം. അതെ, റിക്കവറി നടക്കും, പക്ഷേ അത് ബാക്ക് ട്രാക്കിൽ നടക്കില്ല. കാർലിനെക്സ് വേണം. കാർലിനെക്സ് കൊണ്ടേ പറ്റൂ, കാരണം റിവേഴ്സ് എഞ്ചിനീയറിംഗ് ഏറെ അപ്ഡേറ്റഡ് ആണ്. വിക്കി അവൻ എന്താവശ്യം ഉണ്ടെങ്കിലും അറേഞ്ച് ചെയ്തേര്. നോട്ട് നീഡഡ്, എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ.